ഹായ്, ചെറിയൊരു കഥ പറയാല്ലേ. കാട്ടിലുള്ള രാജാവ് ആരാണ്? സിംഹമാണ്. നമുക്കൊക്കെ അറിയാം കാട്ടിലുള്ള രാജാവ് സിംഹമാണ്. പക്ഷെ രാജാവായി സിംഹത്തിനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? സിംഹം രാജാവായി മാറിയത് എപ്പോഴാണ് എന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്നാ ഈ കഥയിലൂടെ നമുക്ക് പറയാം. ഒരു ദിവസം കാട്ടിലുള്ള ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ നമുക്കൊരു രാജാവ് വേണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തി. കാരണം ഏറ്റവും കൂടുതൽ ചെറിയ മൃഗങ്ങൾക്കാണ് ബുദ്ധിമുട്ട് കാട്ടിൽ അനുഭവിക്കപ്പെടേണ്ടി വരിക. അപ്പോൾ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ നമുക്കൊരു രാജാവ് വേണം. നമ്മുടെ കാട്ടിൽ നീതി പുലരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ മൃഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരാളെ രാജാവായി നമുക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തുകയും അത് ബാക്കിയുള്ള വലിയ വലിയ മൃഗങ്ങളോടൊക്കെ സംസാരിക്കുകയും ചെയ്തു. അപ്പോ പലരും പറഞ്ഞു, അതെ, കാട്ടിൽ നമുക്കൊരു രാജാവ് വേണം. കാരണം രാജാവ് ഉണ്ടായെങ്കിലേ പല പ്രശ്നങ്ങളിലും ഒരു വിധി പറയണമെങ്കിൽ നീതിമാനായിട്ടുള്ള ഒരാളെ നമ്മൾ രാജാവായിട്ട് തിരഞ്ഞെടുത്താൽ നമുക്കൊരു നീതിബോധം ഉണ്ടാവും, നമുക്കൊരു നീതി കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ കാട്ടിൽ മൊത്തത്തിലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. അതുകൊണ്ട് രാജാവ് നമുക്ക് എന്തായാലും വേണം എന്നെല്ലാരും കൂടി ഉറപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും കൂടി അങ്ങ് തീരുമാനമെടുത്തു. ഇനി ആരെ രാജാവാക്കും എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷനായ പ്രശ്നം. അങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആനയുടെ അടുത്ത് ആദ്യം പോയി. ആനയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നമുക്ക് കാട്ടിലൊരു രാജാവ് വേണം. നമ്മുടെ ചെറിയ മൃഗങ്ങൾക്കും എല്ലാവർക്കും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു നീതി ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? നമുക്ക് കാട്ടിലൊരു രാജാവ് വേണം. അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോ ആന പറഞ്ഞു, കാട്ടിൽ രാജാവ് വേണം. ഞാനാണ് ഏറ്റവും വലിയ മൃഗം, കാട്ടിലുള്ള ഏറ്റവും വലിയ മൃഗം ഞാനാണ്. സ്വാഭാവികമായും രാജാവാകാൻ യോഗ്യതയുള്ളതും എനിക്ക് തന്നെയാണ്. പക്ഷെ എന്ത് വേണം? ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനം എടുത്താൽ പോരാ, നിങ്ങളൊക്കെ കൂടി എൻ്റെ പേര് പറയണം, നിങ്ങളൊക്കെ എന്നെ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ, ഞാൻ രാജാവാവുകയുള്ളൂ എന്ന് ആന പറയുകയുണ്ടായ സമയത്ത് പെട്ടെന്നൊരു കുറുക്കൻ ചാടി വന്ന് പറഞ്ഞു, ആന വലിയ മൃഗമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെ പെട്ടെന്ന് ഓടിപ്പോവാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ കാട്ടിൽ ആനയേക്കാൾ രാജാവാകാൻ യോഗ്യത സിംഹത്തിനാണ് എന്ന് പറഞ്ഞു. മൊത്തത്തിൽ ആകെ ആശയക്കുഴപ്പമായി. എല്ലാവരും കൂടി ഇങ്ങനെ ഇനി ആരെ എടുക്കും, ആനയെ വേണോ അല്ലെങ്കിൽ സിംഹത്തിനെ വേണോ എന്നിങ്ങനെ എല്ലാവരും സംശയത്തിലായി നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി കാട്ടിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തു. സമ്മേളനത്തിൽ മാൻ ആദ്യം സംസാരിച്ചു. പ്രിയപ്പെട്ട മൃഗങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു രാജാവിനെ ആവശ്യമുണ്ട്. രാജാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ കാര്യങ്ങളിൽ നീതിപരമായ ഒരു ഇടപെടൽ ഉണ്ടാകും, നമ്മുടെ ഒക്കെ ജീവന് ഒരു സംരക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞ് മാന ആദ്യം സംസാരിച്ചു. ആനയ്ക്ക് അവസരം കൊടുത്തു. ആന പറഞ്ഞു, നേരത്തെ സംസാരിച്ച തന്നെ കാട്ടിലുള്ള ഏറ്റവും ബലവാനായ മൃഗം ഞാനാണ്. അപ്പോ ഞാനാണ് രാജാവാകാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ എന്ന് ആന. അടുത്തത് സിംഹമായിരുന്നു സംസാരിച്ചത്. സിംഹം പറഞ്ഞു, ആനയെ രാജാവാക്കാനോ? കഷ്ടം. ആനയ്ക്ക് വേഗത്തിൽ ഓടാനോ നടക്കാനോ കഴിയില്ല. എനിക്കത് കഴിയും. ആനയുടെ 10 മടങ്ങ് വേഗത എനിക്കുണ്ട്. മാത്രമല്ല, നമ്മുടെ കാട്ടിലുള്ള ഏറ്റവും നല്ല സുന്ദരനായ ഒരാൾ ഞാനാണ്. മാത്രമല്ല, എനിക്ക് എല്ലാവരെയും അനുസരിപ്പിക്കാനും എനിക്ക് കഴിയും എന്ന് സിംഹം പറഞ്ഞു. കുറുക്കൻ വന്നു പറഞ്ഞു, ആനയും അതുപോലെ സിംഹത്തിനും രാജാവാകാനുള്ള താല്പര്യമുണ്ട്. നമ്മൾ രണ്ടുപേരുടെയും പ്രസംഗം കേട്ടു. രണ്ടുപേർക്കും രാജാവാകാനുള്ള താല്പര്യമുണ്ട്. നമ്മളത് കണ്ടുവല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വോട്ടിംഗ് നടത്താം. എന്നിട്ട് ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരെന്താക്കിയാൽ മതി, രാജാവായി മാറിയാൽ മതി എന്ന് കുറുക്കൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇവരുടെ മുമ്പിൽ വെച്ച് വേണ്ട, കുറച്ചപ്പുറം മാറി നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു വോട്ടിംഗ് നടത്താം എന്ന് പറഞ്ഞ് എല്ലാ മൃഗങ്ങളെയും കൂട്ടി കുറുക്കൻ അങ്ങോട്ട് പോയി. കുറുക്കൻ എന്നിട്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞു, പല മൃഗങ്ങളോടും കുറുക്കൻ പറഞ്ഞു, കാരണം കുറുക്കൻ സിംഹത്തിന്റെ ആളാണ്. പല ചെറിയ ചെറിയ മൃഗങ്ങളോടും കുറുക്കൻ പറഞ്ഞു, രാജാവാകാൻ സിംഹമാണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക, കുറച്ചും കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയ സിംഹത്തിനാണ്. ആനക്ക് വല്ലാത്ത തടിയുണ്ട്, ആനക്ക് എന്താക്കാൻ കഴിയില്ല, സ്പീഡായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സിംഹത്തിന് വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സംഭവം സിംഹം ഈ കുറുക്കനെ എന്താക്കിയിട്ടുണ്ട്,
നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. എന്നെ എന്താക്കിയിട്ട് രാജാവാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുകയാണ് എന്ന് സിംഹം കുറുക്കനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കുറുക്കൻ ഈ രീതിയിൽ എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ചിലവര് പറഞ്ഞു അല്ല, ആനയും നല്ലത് തന്നെയാണ്, നമുക്ക് എന്ത് ചെയ്യാം, വോട്ടെടുപ്പാക്കാം. അങ്ങനെ വോട്ടെടുപ്പ് എന്താ ചെയ്യാ, മരത്തിന്റെ 2 പൊത്തുകൾ ഉണ്ടാക്കി അതിൽ ആനയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മരത്തിന്റെ ഫലം കായിടാനും സിംഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് അതിൻ്റെ അകത്ത് ഇല പറിച്ചിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തീരുമാനാക്കി. അങ്ങനെ കുറെ ആളുകൾ സിംഹത്തിന് വോട്ട് ചെയ്തു, കുറച്ച് ആളുകൾ പിന്നെ ആനക്ക് വോട്ട് ചെയ്തു. ലാസ്റ്റ് നോക്കുമ്പോ ആനയുടെ വോട്ടാണ് കൂടുതൽ എന്ന് കണ്ടപ്പോ സിംഹത്തിനൊന്ന് മനസ്സിലൊന്ന് ഒരു പേടി വന്നു. കാരണം സിംഹത്തിനെ കശാപ്പാക്കും എന്നുള്ളത് നേരത്തെ തന്നെ കുറുക്കനെ കശാപ്പ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ സിംഹം എന്താക്കിയിട്ടുണ്ട്, കുറുക്കനോട് പറഞ്ഞിട്ടുണ്ട്. കുറുക്കൻ വേഗം കുറച്ച് ഇല പറിച്ചിട്ട് ആരും കാണാതെ ആ മരത്തിന്റെ പൊത്തിലേക്ക് അങ്ങിട്ടു. അങ്ങനെ വോട്ടെണ്ണൽ തുടങ്ങി. വോട്ടെണ്ണി നോക്കുന്ന സമയത്ത് കഷ്ടപ്പാടനെ രണ്ടാളുടെയും വോട്ട് ഒരുപോലെ സമാസമം. അങ്ങനെ ആരോ പറഞ്ഞു ഇതെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, കാരണം ഇതിൽ ആരോ എന്താക്കിയിട്ടുണ്ട്, ഒന്നിലധികം വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, കാരണം ഇങ്ങനെ ആവൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കുറുക്കൻ പറഞ്ഞു വോട്ടെടുപ്പ് ഏതായാലും കഴിഞ്ഞു, വോട്ട് എണ്ണി, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് തരില്ല, രണ്ടാൾക്കും സമാസമാണ്, ഒരു കാര്യം ചെയ്യാം, ഏറ്റവും നല്ല കഴിവുള്ള ആളെ നമുക്ക് ചെയ്യാം, രാജാവാക്കിയിട്ട് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മുന്നോട്ട് തന്നെ വന്നിട്ട് പറഞ്ഞു ഏറ്റവും ഉയർച്ച തുള്ളാൻ കഴിയുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, രാജാവാക്കി മാറ്റാം എന്ന് പറഞ്ഞു. അപ്പൊ ആന പറഞ്ഞു എനിക്ക് കഴിയില്ല, കാരണം ഞാൻ നല്ല തടിയുള്ള ഒരാളാണ്, എനിക്ക് എന്താക്കാൻ കഴിയില്ല, അങ്ങനെ ഉയരെ തുള്ളാനൊന്നും എനിക്ക് പറ്റൂല. അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ ഏറ്റവും സ്പീഡിൽ ഓടുന്ന ആൾക്ക് നമുക്ക് പിന്നെ രാജാവാക്കിയിട്ട് തെരഞ്ഞെടുക്കാം എന്ന് കുറുക്കൻ പറഞ്ഞു. അപ്പോഴും ആന പറഞ്ഞു ഞാന് അങ്ങനെ സ്പീഡിൽ ഓടാൻ വേണ്ടി എനിക്ക് കഴിയില്ല, കാരണം ഞാൻ തടിയുള്ള ആളാണ്, നിങ്ങൾക്കറിയാം എനിക്ക് തടി കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുറുക്കൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ സിംഹത്തിനെ രാജാവാക്കി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആന പറഞ്ഞു അങ്ങനെ പറ്റില്ല, കാരണം എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ എന്താക്കരുത്, രാജാവാക്കരുത്. എനിക്കും കൂടി പറ്റുന്ന എന്തെങ്കിലും കാര്യം എന്താക്കണം, നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആരാണോ രാജാവാകുന്നത് അവർക്ക്, ആരാണോ യോഗ്യത ഉള്ളത് അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ നിങ്ങൾ രണ്ടുപേരും യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്തിട്ട് ആരാണോ ജയിക്കുന്നത് അവര് രാജാവായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആന പറഞ്ഞു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഇന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റില്ല, നാളെ രാവിലെ എന്ത് ചെയ്യാം, യുദ്ധം നമുക്ക് ചെയ്യാം, എന്നിട്ട് ആരാണോ ജയിക്കുന്നത് അവര് രാജാവായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയായി. ആന ഒരു മരത്തിന്റെ അടുത്തിങ്ങനെ നിന്നുറങ്ങാണ്. ഇത് നോക്കി നിന്ന കുറുക്കൻ നമ്മുടെ രാജാവ് ആവാൻ വേണ്ടി യുദ്ധം നാളെ നടക്കാനിരിക്കുകയാണ്. ആന ഉറങ്ങാണെന്ന് കണ്ട കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ആന ഉറങ്ങാണ്, ഇപ്പൊ നമുക്ക് വേഗം പോയിട്ട് എന്ത് ചെയ്യാം, മരം അങ്ങ് കാർന്ന് തിന്ന് മരം ആനയുടെ മേത്തേക്ക് വീഴുമ്പോൾ ആനയും കൂടി വീഴും. അപ്പൊ നമ്മള് ജയിച്ചതായിട്ട് എല്ലാവരും സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളാണ് ജയിച്ചത് എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടാളും മരത്തിന്റെ മുകളിൽ കയറി കൊമ്പിങ്ങനെ കാർന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് മരത്തിന്റെ കൊമ്പ് പൊട്ടി ആനയുടെ മേത്തേക്ക് വീണു. ആനയടക്കം ചെരിഞ്ഞ് വീണ സമയത്ത് കുറുക്കൻ വേഗം സിംഹം എന്താക്കി, കുറുക്കൻ മാറിയുന്നു. സിംഹം വേഗം ആനയുടെ മേത്തേക്ക് ഇങ്ങനെ കയറി നിന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വരികയാണ്, മരത്തും പൊട്ടീൻ്റെ ഒച്ച കേട്ട് എല്ലാവരും വരുന്ന സമയത്ത് ആന കമിഴ്ന്ന് വീണിരിക്കുന്നു. സിംഹം ആനയുടെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി സിംഹത്തിനെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും അന്നു മുതൽ ഇന്നേ വരെ ഒരു പ്രയാസവും ഇല്ലാണ്ട് നല്ല ഭംഗിയായി രാജാവ് ആ രാജ്യം ഭരിച്ചുകൊണ്ട് നമ്മുടെ സിംഹം രാജാവായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതാണ് സിംഹം രാജാവായ കഥ. സോ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.